ഹൗ ടു സെൽ യുവർ പെറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ് ഈസിലി. നിങ്ങളുടെ പെറ്റ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ വിൽക്കാൻ പറ്റുക. നോർമലി നമ്മളെപ്പോലുള്ള ഫാർമേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെറ്റ്സ് വാങ്ങുകയും ബ്രീഡ് ചെയ്യുകയും ഒരു സ്റ്റോക്ക് ആയതിനു ശേഷം നമുക്കത് വിൽക്കാൻ പറ്റാത്ത, നമ്മൾ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. സോ അതിന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ബട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ എന്ത് കാട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഇങ്ങനെ പോലുള്ള സംഭവങ്ങളിൽ നമ്മൾ നിരന്തരമായി നിന്നുകൊണ്ടിരിക്കണം. ബട്ട് അതിനൊന്നും സമയമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കുറച്ച് വയസ്സായ ആളുകളാണെങ്കിൽ, അതൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ആളുകളെ വെച്ചിട്ടാണ് അത് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അത് നമുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഈ മേഖലയിൽ നിൽക്കുന്ന ഒരുപാട്, അതായത് ഇപ്പോൾ ഒരു പെറ്റ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പെറ്റ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും യൂട്യൂബിൽ, ഒരുപാട് ഇൻസ്റ്റഗ്രാമേഴ്സ് ഉണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇതുപോലുള്ള ആളുകളെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ സ്റ്റോറികളിലൂടെയും അവരുടെ പോസ്റ്റുകളിലൂടെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ചില പോസ്റ്റുകൾ, എൻ്റെ സ്റ്റോറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന പെറ്റുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന പെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്ന കാണാം. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കാണുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് കസ്റ്റമേഴ്സ് കിട്ടും, അല്ലെങ്കിൽ ആ മേഖല ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിലേക്ക് അതെത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10K ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാമർ, ഒരു പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാമറിൻ്റെ അടുത്താണ് നിങ്ങളുടെ ഒരു പപ്പി സെയിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 4 പേരിൻ്റെ അടുത്ത് പറഞ്ഞ് ആ 4 പേര് പറഞ്ഞ് അറിയുന്നതിനെക്കാട്ടി നല്ലത് ഒരു സ്റ്റോറിയിലൂടെ 10,000 പേർക്ക് അറ്റ് എ ടൈം കാണും. അപ്പം നിങ്ങളുടെ പെറ്റ്സ് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ എന്ത് പറ്റുക, അവർക്ക് കൊടുക്കുക. ചിലവർ പെയ്ഡ് പ്രൊമോഷൻസ് ആയിരിക്കും, ചിലവർ ഫ്രീ പ്രൊമോഷൻസ് ആയിരിക്കും. അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് കാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽ പ്രൊമോട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇന്നത്തെ ടൈമിൽ നമുക്ക് എന്ത് കാട്ടാൻ പറ്റുള്ളൂ, പെറ്റ്സ് മെയിനായിട്ട് പെറ്റ്സ് നമുക്ക് എന്ത് കാട്ടാൻ പറ്റുള്ളൂ, സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പത്തിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ കൂടെ പ്രൊഡക്ട്സിനും സെയിം റൂൾസ് അപ്ലൈ. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബിസിനസ് ഫീൽഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് കാട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായിട്ടൊരു യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക്, മൂന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ആ ഒരു ബിസിനസ് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ഫേസ്ബുക്കിൽ തന്നെ ഫേസ്ബുക്ക് ആഡുകളുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഇൻസ്റ്റഗ്രാം ആഡുകളുണ്ട്, യൂട്യൂബിൽ തന്നെ യൂട്യൂബ് ആഡുകളുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കാട്ടാം, സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. ഒബ്വിയസ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധനം ആളുകൾക്ക് ഉണ്ട് എന്ന് അറിയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അത് അറിയപ്പെടുത്താനുള്ള പണ്ടുകാല ആളുകളിൽ എന്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡുകളിലൂടെ പരസ്യം നടത്തിയിരുന്നു, TV-കൾ ചാനലുകളിലൂടെ പരസ്യം നടത്തിയിരുന്നു. ഇന്നതൊക്കെ ആളുകൾ യൂസ് ചെയ്ത് കമ്മിയായി. ഇന്ന് ആളുകൾ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ളതാണ്. ഇവിടെ നമ്മൾ എന്ത് കാട്ടണം, കുറഞ്ഞ പൈസയിൽ ഇതിനെല്ലാം നമുക്ക് എന്ത് കാട്ടാൻ പറ്റും, ആഡ് പ്രൊമോഷൻസ് കൊടുക്കാൻ പറ്റും. ആ ആഡുകൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കാട്ടാൻ പറ്റുള്ളൂ, ഒരു വലിയ രീതിയിലുള്ള റീച്ചും ഒരു വലിയ രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇറങ്ങാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാട്ടുക, തീർച്ചയായും അതിനെക്കുറിച്ച് പഠിക്കുക. ഓക്കെ. പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത്, 1-2 ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന കേസിയോ വാച്ച് എന്ന് പറയുന്നത് പഴയ വിൻറ്റേജ്, ബറാക്ക് ഒബാമ മുതൽ നമ്മുടെ വല്യപ്പന്മാർ വരെ യൂസ് ചെയ്തിരുന്ന വാച്ചാണ് ഈ കേസിയോ വിൻറ്റേജ് വാച്ച്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഔട്ട്ഫിറ്റിനായിക്കോട്ടെ, റഗഡ് ലുക്ക് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലുക്ക് ആയിക്കോട്ടെ, കാഷ്വൽ ലുക്ക് ആയിക്കോട്ടെ, ഏത് ലുക്കിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വിൻറ്റേജ്. എനിക്ക് പേഴ്സണലി വിൻറ്റേജ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ വിൻറ്റേജ് ടൈപ്പ് വാച്ച് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ കളർ കോമ്പിനേഷൻസ് വെറൈറ്റീസ് ഉണ്ട്. അറൗണ്ട് 900 രൂപ 1000 രൂപയ്ക്കേ ഉള്ളൂ. ഇതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. ഡ്യൂപ്ലിക്കേറ്റിന് വരെ 600-800 കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 1000 രൂപ 1100 രൂപയ്ക്ക് ഒറിജിനൽ കേസിയോൻ്റെ വാച്ച് നിങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻറ്റേജ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇറ്റ്സ് എ വെരി ഗുഡ് ചോയ്സ്. അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും, കമൻസിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.